തലേന്ന് 2 ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ കുടുംബസംഗമം വരുന്നുട്ടാ. കുടുംബസംഗമൊക്കെ കഴിഞ്ഞ ദീപാവലിയുടെ അന്ന് ഞങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ തന്നെ എല്ലാവരും റെഡിയായി, കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ റെഡിയായി ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി. ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബറാണ്. ഇവളുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടില്ലെന്നും പറഞ്ഞിട്ട് ഇവൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ നേരത്തെ എത്തിയത് ഭൂതത്താൻകെട്ട് ഡാമിലാണ് എത്തിയത്. അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു രാവിലെ എത്തിയത് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറച്ചൊരു ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്കിലൊക്കെ കയറി കുറച്ച് നേരമൊക്കെ കളിച്ചു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്ക് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് സമ്മതിക്കാതെ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കണിരുന്നിട്ട് നമ്മുടെ തുമ്പി. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാണ്ട കൊണ്ടുപോയത്. ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നു മുട്ട താഴ്ത്ത് പോകേണ്ട നീ നോക്കിക്കോട്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. ആദ്യമൊന്നും എൻ്റെ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, വിശപ്പ് തന്നെ. വിശന്ന എൻ്റെ അല്ലാണ്ടാവും എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. അന്നല്ല, എനിക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആള് കൂളായി. എൻ്റെ ഒപ്പം നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അടുത്ത പാർക്കിലൊക്കെ കയറി നല്ല റിലാക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള വടാട്ടുപാറയിലോട്ടാണ് ഞങ്ങൾ പോയത്. വടാട്ടുപാറ വെള്ളച്ചാട്ടം അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നത് പോയത് കോതമംഗലത്തുള്ള മിനി സ്വിറ്റ്സർലാൻഡിലോട്ടാണ്. അവിടെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ റീൽസിലൊന്നും കാണുന്ന പോലെ ഒന്നും വലിയ പച്ചപ്പും ഹരിതാപയൊന്നും ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയില്ല. പിന്നെ കുറേ പശുക്കളൊക്കെ മേയണ സ്ഥലമാണ്, കുറേ ചാണകമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറയുന്നു സൂക്ഷിച്ചൊക്കെ കിടക്കണം എന്നുള്ളത് പറയണമായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.